ഇപ്പോൾ ഇസ്രായേലിൽ നെതന്യാഹു സർക്കാർ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളുമായുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ നാം കേരളവുമായി ബന്ധിപ്പിക്കുകയാണെങ്കിൽ കുറച്ച് നാളുകളായി തന്നെ കേരളത്തിൽ MA ബേബി വലിയ വെല്ലുവിളിയാണ് ഈ സർക്കാരിനെതിരെ. അതിൻ്റെ വലിയ പ്രതിഫലനമാണോ? MA ബേബി വെല്ലുവിളി ഉയർത്താൻ നീ പറയുന്ന പോലെ വല്ല കൂടോത്രവും ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും നെതന്യാഹുവിൻ്റെ സ്ഥിതി കുറച്ച് പരിതാപകരമാണ് ഇസ്രായേലിൽ. അതിന് കാരണം മറ്റൊന്നുമല്ല, 2023 ഒക്ടോബർ 7 നോക്കൂ, 2 വർഷം ഇനിയിപ്പോൾ ഏതാനും മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ, 3-4 മാസം കൂടി കഴിഞ്ഞാൽ അത് 2 വർഷം തികയുകയാണ്. ഇപ്പോഴും ഇസ്രയേലികളിൽ ചിലർ ബന്ദികളായിട്ട് ഹമാസിൻ്റെ കസ്റ്റഡിയിലാണ്. അവരെ മോചിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അന്ന് ആരംഭിച്ച യുദ്ധം ഒട്ട് അവസാനിച്ചിട്ടുമില്ല. പറയുന്നത് പോലെ അതിരൂക്ഷമായ ആക്രമണമാണ് ഗാസയിലേക്ക് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 50,000-ത്തിലധികം ആൾക്കാർ മരിച്ചു. സ്ത്രീകളും കുട്ടികളുമാണ് ഏറ്റവും കൂടുതൽ മരിച്ചത്. അത് ലോകമെങ്ങും ഇസ്രായേലിനോടുള്ള ഒരു വെറുപ്പ്, എതിർപ്പ് ഒക്കെ, രോഷം ഒക്കെ വർദ്ധിക്കാൻ കാരണമായി. ഇത് ഒരു ചെറിയ കാര്യമല്ല. ഇസ്രായേലിലെ പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയാണ് പാർലമെൻറ്റിൽ. അത് നമുക്കറിയാം, നെതന്യാഹുവിൻ്റേത് ഒരു കൂട്ടുകക്ഷി സർക്കാരാണ്, ഒറ്റയ്ക്കല്ല ഭരിക്കുന്നത്. ചില തീവ്ര യാഥാസ്ഥിതിക കക്ഷികൾ ഈ ഭരണമുന്നണിയിലുണ്ട്. അവർ വളരെ കർശനമായ നിലപാടാണ് ഈ പാലസ്തീന് നേരെയും അതുപോലെ ഹമാസിന് നേരെയും ഒക്കെ അവർ സ്വീകരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും പാലസ്തീനെയും ഹമാസിനെയും തുടച്ചു നീക്കണം എന്നുപോലും വാദിക്കുന്ന തീവ്ര യാഥാസ്ഥിതിക പക്ഷം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സർക്കാരിലുണ്ട്. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. അവരെ സംബന്ധിച്ച് വളരെ അസഹനീയമാണ് ഈ ബന്ദികളാക്കപ്പെട്ട ഇസ്രയേലികളെ മോചിപ്പിച്ചിട്ടില്ല എന്നുള്ള ഒരു വസ്തുത. ഇപ്പോൾ 2 വർഷം തികയാൻ പോകുന്നു. നിങ്ങൾ എന്തെടുക്കുകയാണ്, എന്ത് ചെയ്യുകയാണ്? ഈ ബന്ദികളാക്കപ്പെട്ട സ്ത്രീകളടക്കമുള്ളവർ കൊടിയ പീഡനമാണ് ഹമാസിൻ്റെ ക്യാമ്പിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് മോചിപ്പിക്കപ്പെട്ട് വന്ന ആൾക്കാർ പറയുന്നത് കേട്ടാൽ ലോകം ഞടുങ്ങിപ്പോവും. അത്ര നിഷ്ഠൂരമായ, നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പീഡനങ്ങളാണ് അവിടെ അരങ്ങേറുന്നത്. കുട്ടികളെ പോലും, എന്തിന് ഈ കുട്ടികളെ കൊന്നിട്ട് അവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞ് ആ കുട്ടികളുടെ മൃതദേഹമാണ് കൊണ്ടുവന്ന് ഇസ്രായേലിന് കൈമാറുന്നത്. അതോ കൊണ്ടുവരുന്നത് ആഘോഷപൂർവ്വം. അതെ, വളരെ മനുഷ്യാവകാശത്തെക്കുറിച്ച് നിരന്തരം ഇരവാദം ഉന്നയിക്കുന്ന, ഇസ്രായേൽ കൊല്ലുകയാണ്, ആ മനുഷ്യാവകാശത്തെ കുറിച്ച് വാതോരാതെ വിലപിക്കുന്ന, ഇസ്രായേലിനെതിരെ എന്താ പറയണ്ടേ, അങ്ങ് അറ്റത്തെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഈ ഹമാസും പാലസ്തീനിലെ ആൾക്കാരുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ്. അതിന് ആ കൊല്ലപ്പെട്ട കുട്ടികൾക്ക് മനുഷ്യാവകാശമില്ല, കൊല്ലപ്പെട്ട ജൂതന്മാർക്ക് മനുഷ്യാവകാശം. ഹമാസും അത് ശ്രദ്ധിക്കാറില്ല. പിന്നെ ഇവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഇന്ത്യയിൽ തന്നെ കുറെ മനുഷ്യാവകാശ പ്രവർത്തകരുണ്ടല്ലോ. ഇപ്പോൾ അവർ മുഴുവൻ ഇപ്പോൾ ടാറ്റയുടെ വസ്ത്ര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ സമരം ചെയ്യുകയാണ്. അല്ലെ, MA ബേബി അടക്കമുള്ളവരുടെ നിലപാട് എന്താണ്? സ്വരാജ് തന്നെ എന്താണ് പറഞ്ഞത്? ഇനി എന്ത് തെറ്റ് ചെയ്താലും ഹമാസിനെയും പാലസ്തീനെയും തള്ളിപ്പറയില്ല എന്നാണ്. അപ്പോൾ അവർക്ക് എന്തും ചെയ്യാം, അവർക്ക് എന്ത് കൊള്ളരുതായ്മയും എന്ത് കൊടിയ ക്രൂരതയും ചെയ്യാം, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇപ്പുറത്ത് ഇസ്രായേൽ തിരിച്ചടിച്ചാൽ അത് വലിയ കുറ്റമാണ്, യുദ്ധക്കുറ്റമാണ്. ഇസ്രായേലിനെ വിചാരണ ചെയ്യണം, ഇസ്രായേലിനെ നശിപ്പിക്കണം. ഇത് മറ്റൊന്നുമല്ല, ഇവിടെയുള്ള കുറേ ന്യൂനപക്ഷങ്ങളുടെ വോട്ട്, പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വോട്ട്, അതാണ് ഇവിടുത്തെ ലക്ഷ്യം, അല്ലാതെ മറ്റൊന്നുമല്ല. ഈ പാലസ്തീനോട് സൗദിക്കില്ലാത്ത സ്നേഹം എങ്ങനെയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്കും ഈ കമ്മ്യൂണിസ്റ്റുകാർക്കും ഉണ്ടായത് എന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. നെതന്യാഹുവിൻ്റെ കാര്യത്തിൽ, നെതന്യാഹുവിന് പൊതുവെ നേരത്തെ അമേരിക്കയുടെ പിന്തുണയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ അടിക്കാൻ തീരുമാനിച്ചാൽ അടിച്ചിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ അമേരിക്കയുടെ പിന്തുണ ബൈഡൻ്റെ കാലത്ത് കുറവായിരുന്നു. പക്ഷെ ട്രംപ് വന്നപ്പോൾ സ്ഥിതി മാറി. ട്രംപ് അകമഴിഞ്ഞ പിന്തുണയാണ് നെതന്യാഹുവിനും ഇസ്രായേലിനും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആയുധങ്ങളുടെ രൂപത്തിലും പണമായിട്ടും ഒക്കെ.
മറ്റ് ലോകരാഷ്ട്രങ്ങൾ ഇസ്രയേലിനെതിരെ നിലപാടെടുക്കുമ്പോൾ UN-ലടക്കം വലിയ എതിർപ്പ് ഉയർത്തുമ്പോഴൊക്കെ ട്രംപ് വളരെ ശക്തമായ പിന്തുണയാണ് നെതന്യാഹുവിനും ഇസ്രയേലിനും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കത് ഈ ട്രംപ് വന്നതിന് ശേഷമുള്ള മാറ്റമൊക്കെ നമ്മൾ കണ്ടതാണ്. കോടിക്കണക്കിന് ഡോളറിൻ്റെ ആയുധങ്ങളാണ് ഇസ്രയേലിന് കൊടുത്തത്. വലിയ സഹായങ്ങൾ ട്രംപ് അല്ലാതെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇസ്രയേലിനെ ആക്രമിക്കാൻ വരുന്നവരെ വാക്കുകൾ കൊണ്ടും അല്ലാതെ നയതന്ത്ര തലത്തിലും ഇസ്രയേലിനെ ഒറ്റപ്പെടുത്താനും ആക്രമിക്കാനും വരുന്നവരെ നെഞ്ചുവിരിച്ചു നിന്ന് നേരിടുന്ന ട്രംപിനെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ പറയുന്നത് പോലെ ഇത്രയും വർഷം 2 ആകുന്നു ഇസ്രയേലികൾ ബന്ദികളാക്കപ്പെട്ട് ഹമാസിൻ്റെ കസ്റ്റഡിയിൽ കഴിയുന്നു. ഇതിനൊരു മോചനം ഇതുവരെ സാധ്യമായിട്ടില്ല. കുറച്ചുപേരെയൊക്കെ മോചിപ്പിച്ചു, പക്ഷെ അവിടെ ഇവരെ മോചിപ്പിക്കാൻ സാധിക്കാത്തത് നെതന്യാഹുവിൻ്റെ പരാജയമായിട്ടാണ് ഇസ്രയേലി ജനത കാണുന്നത്. നമുക്കറിയാം, ഈ ഒക്ടോബർ 7 ആക്രമണത്തിന് മുമ്പ് നെതന്യാഹു പലവിധ ആരോപണങ്ങൾക്ക് വിധേയനായ ആളാണ്. അഴിമതി ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു. വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ പ്രതിരോധ മന്ത്രിയെ മാറ്റുന്ന സംഭവം പോലും ഉണ്ടായി. ഈ ഒക്ടോബർ 7 ശേഷമാണെങ്കിലും ആ പ്രതിരോധ മന്ത്രിയെ മാറ്റി പുതിയൊരാളെ കൊണ്ടുവന്ന ചരിത്രമൊക്കെ നമ്മൾ നേരിട്ട് മനസ്സിലാക്കിയതാണ്. അപ്പോൾ അങ്ങനെ ഈ വലിയ സമ്മർദ്ദത്തിലാണ് നെതന്യാഹുവിനെ പൂട്ടാൻ കിട്ടുന്ന ഈ അവസരം പ്രതിപക്ഷ കക്ഷികൾ ഒരിക്കലും കളയില്ല. കാരണം അവർ തുടക്കത്തിൽ വലിയ പിന്തുണയുമായിട്ട് നെതന്യാഹുവിൻ്റെ പിന്നിൽ അണിനിരന്നു. രാജ്യം ഒറ്റക്കെട്ടാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ വർഷം 2 ആകുന്നു, ഇതുവരെ ഈ ബന്ദിമോചനത്തിന് ഒരു ശാശ്വതമായ ഒരു പോംവഴി ഉണ്ടായില്ല എന്നുള്ളതാണ് അവരെ ഏറ്റവും കൂടുതൽ ഇത് നെതന്യാഹുവിനെതിരാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രതിപക്ഷ കക്ഷികളുടെ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന ഈ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അമേരിക്കയുമായി ബന്ധപ്പെട്ട് ട്രംപുമായി ബന്ധപ്പെട്ട് ആ പഴയ ബന്ധമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ടല്ലോ. ഈ ഗൾഫ് രാജ്യങ്ങളുടെ സന്ദർശനത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ നിലപാടിൽ ചെറിയ ചാഞ്ചാട്ടം കാണുന്നു. ചെറുതല്ല, വലിയ ചാഞ്ചാട്ടമുണ്ട്. പ്രത്യേകിച്ചും സൗദിയും ഖത്തറും സന്ദർശിച്ചിട്ട് മടങ്ങി വന്ന ട്രംപ് ഈ ഇസ്രയേലിനോടും ഇന്ത്യയോടും ഒക്കെ സ്വീകരിച്ച നിലപാട് നമ്മൾ കണ്ടതാണ്. വളരെ പെട്ടെന്നാണ് ഈ ഓന്ത് ഇത്ര വേഗത്തിൽ നിറം മാറില്ല, ട്രംപ് നിറം മാറി. അതും നമ്മൾ കണ്ടതാണ്. ഈ പറഞ്ഞതുപോലെ അതും ഇപ്പോൾ ഇസ്രയേലുമായിട്ട് സൗദിയും ഖത്തറും ഒക്കെ സഹകരിക്കുന്നുണ്ട്, UAE സഹകരിക്കുന്നുണ്ട്, വ്യാപാരങ്ങളുണ്ട്, സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം നടക്കുന്നുണ്ട്, പല കാര്യങ്ങളും ഇസ്രയേൽ അവരെ സഹായിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ആത്യന്തികമായിട്ട് ഇസ്രയേലിൻ്റെ വളർച്ച അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ഈ തലപ്പൊക്കം ഈ മധ്യേഷ്യൻ രാജ്യങ്ങൾ അഥവാ ഈ പറയുന്ന പോലെ നമ്മുടെ GCCയിലെ രാഷ്ട്രങ്ങൾ, അറബ് രാഷ്ട്രങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതും ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ അവർ ട്രംപിനെ സ്വാധീനിച്ചിരിക്കും. ട്രംപ് ആ സ്വാധീനത്തിന് വഴങ്ങാതിരിക്കാൻ ഇന്ന് സാധിക്കില്ല. കാരണം ഈ പറയുന്ന അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് വലിയ നിക്ഷേപം അമേരിക്കയിലേക്ക് ട്രംപ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് വഴിപ്പെടും. ട്രംപിന് കാശാണ്, തുട്ടാണ് മുഖ്യം. പറയുന്ന പോലെ ഡോളറാണ് ട്രംപിന് വേണ്ടത്. അതവിടെ കിട്ടണം എന്നുള്ളതാണ് ട്രംപിൻ്റെ ആവശ്യവും. അതിനുവേണ്ടി ട്രംപ് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യും. അത് ഇസ്രയേലോ ഇന്ത്യയോ എന്നുള്ളതൊന്നും ട്രംപിന് വിഷയമല്ല. ട്രംപിന് അമേരിക്കയാണ് ഫസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നെതന്യാഹുവിനെതിരെ വന്നിരിക്കുന്ന ഈ അവിശ്വാസ പ്രമേയം ഒരു വലിയ ഗൂഢാലോചന പോലും അതിൻ്റെ പുറകിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അവിടുത്തെ പ്രതിപക്ഷ കക്ഷികളോടൊപ്പം നെതന്യാഹുവിൻ്റെ ചേരിയിലുണ്ടായിരുന്ന തീവ്ര യാഥാസ്ഥിതിക പക്ഷക്കാർ അവരും കൂടി ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത. അത് നെതന്യാഹുവിന് വലിയ ദോഷം ചെയ്യും. നെതന്യാഹുവിൻ്റെ ഒപ്പം നിന്നിരുന്ന ആൾക്കാർ ഈ പറയുന്നത് പോലെ പാലസ്തീനെതിരെയും ഹമാസിനെതിരെയും കടുത്ത നിലപാടുകൾ സ്വീകരിച്ചിരുന്നവർ നെതന്യാഹുവിനെ കൈവിടിഞ്ഞ് പ്രതിപക്ഷത്തോടൊപ്പം ചേരുക എന്ന് പറയുന്നത് അത് നെതന്യാഹുവിൻ്റെ വീഴ്ചയ്ക്ക് കാരണമാകും എന്ന് തീർച്ചയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ഈ ഇസ്രായേൽ പാർലമെൻറ്റിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്. അത് വൈകാതെ തന്നെ ആ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കേണ്ടി വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റ് കക്ഷികൾ ഈ നെതന്യാഹുവിൻ്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് നെതന്യാഹുവിന് എത്ര പിന്തുണ കിട്ടുന്നു, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിൻ്റെ ചിത്രം വ്യക്തമല്ല. അതുകൂടെ വ്യക്തമായി കഴിഞ്ഞാലേ നമുക്ക് അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.